നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികെ ഉദ്ധവ് താക്കറെ കട്ടക്കലിപ്പിലാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഘടകകക്ഷികൾക്കിടയിൽ ഒരു തീരുമാനമുണ്ടാകണമെന്ന് ഉദ്ധവ് താക്കറെ കട്ടായം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാന വാർത്തയും. അദ്ദേഹം പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട്. ഉദ്ധവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: BJPയുമായി ഞങ്ങൾ സഖ്യത്തിലായിരുന്നത് 1-2 വർഷമല്ല 30 വർഷമായിരുന്നു. അതിൽ എടുത്ത തീരുമാനം ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതായിരുന്നു. പക്ഷേ തങ്ങളെ തോൽപ്പിക്കാനാണ് അവർ തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചത്. അത് എന്തിനാണ് അങ്ങനെ ഒരു സഖ്യമെന്നാണ് ചോദിക്കുന്നത്. ആ അനുഭവത്തിൽ നിന്നാണ് താൻ ഇത് പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് നേരത്തെ നിശ്ചയിച്ചു പോവുക. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടി നേതാവായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ശരിയാകില്ല. കാരണം അങ്ങനെയായിരുന്നു തങ്ങൾ അവസാനം BJPയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിന് പോയത്. പക്ഷേ BJPക്കാർ തങ്ങളുടെ പല സ്ഥാനാർത്ഥികളെയും തോൽപ്പിച്ച് തങ്ങളെ രണ്ടാമതാക്കി എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും മഹാരാഷ്ട്രയിൽ ഉദ്ധവിന് ഇത് നിർണായകമാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേര് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ഘടകകക്ഷികൾക്കിടയിൽ അത് പറഞ്ഞില്ല എങ്കിൽ ഉദ്ധവിന് പോകാൻ ഇനിയെന്ത് വഴിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.